വിഷ്ണുവിന് ശംഖിനോട് പ്രത്യേക ഇഷ്ടമാണുള്ളത്. വിഷ്ണു ഭഗവാൻ തന്റെ അടയാള ചിഹ്നമായി വരിച്ചിരിക്കുന്നത് ശംഖിനെ ആയതുകൊണ്ട് അറിയപ്പെടുന്നത് തന്നെ ശംഖചക്രധാരി എന്നാണ്. എന്നാൽ ബദരിനാഥ് വിഷ്ണു ക്ഷേത്രത്തിൽ ശംഖിന്റെ ഉപയോഗത്തിന് കൗതുകകരമായ നിയന്ത്രണമുണ്ട്. ക്ഷേത്രത്തിൽ ശംഖ് മുഴക്കുന്നത് കർശനമായി നിരോധിച്ചിരിക്കുകയാണ്. മതപരമായ ആചാരങ്ങൾക്കൊപ്പം ശാസ്ത്രീയ യുക്തിയെയും ക്ഷേത്രം പരിഗണിക്കുന്നു എന്നതിന് തെളിവാണ് ഈ നിയന്ത്രണമെന്ന് പുരോഹിതൻ വിലയിരുത്തുന്നു. ശംഖ് മുഴക്കുമ്പോഴുണ്ടാകുന്ന പ്രകമ്പനങ്ങൾ ചുറ്റുമുള്ള പർവ്വത പ്രദേശങ്ങളിൽ മഞ്ഞിടിച്ചിലിന് കാരണമാകുമെന്നാണ് പ്രാദേശികമായി വിശ്വസിക്കപ്പെടുന്നത്. ഈ വിശ്വാസം പാരമ്പര്യങ്ങളിൽ ആഴത്തിൽ വേരൂന്നിയതാണ്. ഭക്തരും നാട്ടുകാരും ഇത് ഗൗരവമായി തന്നെ കാണുന്നുമുണ്ട്. ബദരിനാഥിലേക്ക് തീർത്ഥാടകർ ഒഴുകിയെത്തുമ്പോൾ അത്തരമൊരു ചെറിയ പ്രവൃത്തികൾ പോലും വലിയ പ്രത്യാഘാതങ്ങൾക്ക് ഇടയായേക്കാമെന്നുള്ള കരുതലാണ് ഈ നിയന്ത്രണങ്ങൾക്ക് അടിസ്ഥാനമെന്നാണ് ക്ഷേത്ര പുരോഹിതർ പറയുന്നത്. പ്രധാന ക്ഷേത്രം ഒഴികെ ബദ്രിപുരിയുടെ പ്രധാന ഭാഗങ്ങൾ ഹിമപാത സാധ്യത ഏറിയ മേഖലകളാണെന്ന് പരിസ്ഥിതി പ്രവർത്തകനും ചിപ്കോ പ്രസ്ഥാനത്തിന്റെ നേതാവുമായ ചാന്തി പ്രസാദ് ഭട്ട് പറയുന്നു. മുൻകാലത്ത് ഓരോ പതിറ്റാണ്ടിലും ബദ്രിനാഥിൽ മഞ്ഞിടിച്ചിൽ മൂലം വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. 2014 ബദ്രിനാഥിലെ നാരായൺ പർവ്വത പ്രദേശത്തുണ്ടായ വലിയ ഹിമപാതം കനത്ത നാശം വിതച്ചിരുന്നു. മഞ്ഞിടിച്ചിൽ ബദ്രിപുരിയിൽ മാത്രമല്ല മനയിലും പരിസര ഗ്രാമങ്ങളിലും ഒട്ടേറെ ജീവഹാനിയും സ്വത്തുവകകളുടെ നാശനഷ്ടത്തിനും ഇടയാക്കിയിട്ടുണ്ടെന്ന് ഭട്ട് വ്യക്തമാക്കി. 5 പതിറ്റാണ്ടിലേറെയായി ഹിമാലയൻ പരിസ്ഥിതി സംരക്ഷണത്തിൽ നിർണായക പങ്കുവഹിച്ച 92കാരനായ ചാന്തി പ്രസാദ് ഭട്ടിന് പത്മവിഭൂഷൺ, പത്മശ്രീ, ഗാന്ധി സമാധാന സമ്മാനം, മാക്സസെ അവാർഡ് എന്നിവയുൾപ്പെടെയുള്ള അംഗീകാരങ്ങൾ നൽകി ആദരിച്ചിട്ടുണ്ട്. ബദരിനാഥ് ക്ഷേത്രത്തിന് ചുറ്റുമായി നീലകണ്ഠ പർവ്വതം, നരനാരായൺ പർവ്വതം, കാഞ്ചൻഗംഗ, സദോപന്ത്, മന, കുബേർ പർവ്വത നിരകളുണ്ട്. കൂടാതെ മഞ്ഞുമൂടിയ മറ്റ് നിരവധി കൊടുമുടികളുമുണ്ട്. മുൻകാലങ്ങളിൽ ബദരിനാഥ് മുതൽ മനമേഖല വരെ കനത്ത മഞ്ഞുവീഴ്ചയുണ്ടായിരുന്നു. മഞ്ഞുമൂടിയ ഈ കൊടുമുടികളിൽ നിന്നുള്ള ഹിമപാതങ്ങൾ ഭയന്ന് ബദരിനാഥ് ക്ഷേത്രത്തിൽ ശംഖ് വിളിച്ചിരുന്നില്ല എന്ന് ഓം പ്രകാശ് ഭട്ട് പറഞ്ഞു. ബദരിനാഥിൽ അഭിഷേക ചടങ്ങിനായി ശംഖ് ഉപയോഗിക്കുന്നു. കൂടാതെ പ്രതിഷ്ഠയിൽ അർപ്പിക്കുന്ന വഴിപാടുകൾ വിശുദ്ധീകരിക്കാനും ഇത് ഉപയോഗിക്കുന്നു. എന്നിരുന്നാലും ഇവിടേക്ക് ശംഖ് ഊതുന്നത് കർശനമായി നിരോധിച്ചിരിക്കുന്നു. കൂടാതെ പ്രതിഷ്ഠയിൽ അർപ്പിക്കുന്ന വഴിപാടുകൾ വിശുദ്ധീകരിക്കാനും ഇത് ഉപയോഗിക്കുന്നു. എന്നിരുന്നാലും ഇവിടെ ശംഖ് ഊതുന്നത് കർശനമായാണ് നിരോധിച്ചിരിക്കുന്നത്. ബദ്രിനാഥ് മുതൽ മന വരെയുള്ള മുഴുവൻ താഴ്വരയും അതീവ ദുർബലമാണെന്ന് മുതിർന്ന ശാസ്ത്രജ്ഞർ വെളിപ്പെടുത്തുന്നു. മുമ്പ് ഈ പ്രദേശത്ത് മനുഷ്യ സാന്നിധ്യം വളരെ കുറവായിരുന്നു. മഞ്ഞുമൂടിയ കൊടുമുടികളിലെ പ്രകമ്പനങ്ങൾ തടയുക എന്നതാണ് ബദ്രിനാഥിൽ ശംഖ് മുഴക്കുന്നത് നിരോധിച്ചതിന് പിന്നിലെ ശാസ്ത്രീയ കാരണം. എന്നാൽ ഇപ്പോൾ മനുഷ്യന്റെ ഇടപെടൽ ഈ മേഖലയിൽ ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട്. നിർമ്മാണ പ്രവർത്തനങ്ങൾ വ്യാപകമായി വർദ്ധിക്കുന്നു. ഇത് മഞ്ഞിടിച്ചിൽ വർദ്ധിക്കാൻ കാരണമാകുമെന്നും ശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെടുന്നു. ഉത്തരാഖണ്ഡിലെ അളകനന്ദ നദീതീരത്താണ് ഹിന്ദു വിശ്വാസം അനുസരിച്ചുള്ള ചതുർധാമ തീർത്ഥാടനങ്ങളിലൊന്നായ ബദ്രിനാഥ ക്ഷേത്രം നിലകൊള്ളുന്നത്. 108 വൈഷ്ണവ ദിവ്യസ്ഥലങ്ങളിൽ ഒന്നാണിത്. ദേവപ്രയാഗ്, രുദ്രപ്രയാഗ്, കർണപ്രയാഗ്, പീപ്പൽകോട്ടി, ജോഷിമഠ് എന്നീ സ്ഥലങ്ങൾ കടന്നാണ് ബദ്രിയിലെത്തുക. ഹിമാലയത്തിന്റെ താഴ്വരയിലാണ് ബദ്രിനാഥ ക്ഷേത്രം നിലകൊള്ളുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 10,585 അടി ഉയരത്തിൽ അളകനന്ദയുടെ വലതു തീരത്ത് നരനാരായണൻ കൊടുമുടികൾക്കിടയിലാണ് അതീവ പുരാതനമായ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇത്ര ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരു ചെറിയ പ്രകമ്പനം ഉണ്ടായാൽ ഉണ്ടാകാവുന്ന ആഘാതത്തെക്കുറിച്ച് ബോധവാന്മാരായതുകൊണ്ട് സ്ഥലവാസികളും ഭക്തരും ഈ തീരുമാനം അംഗീകരിച്ചിരിക്കുകയാണ്.